നമ്മളിൽ പലരും മധുരപലഹാരങ്ങൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ എത്രമാത്രം മധുരം കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് അത് ഏത് സമയത്ത് കഴിക്കുന്നു എന്നത്. നമ്മൾ വിചാരിക്കാത്ത ചില സമയങ്ങളിൽ മധുരം കഴിക്കുന്നത് ശരീരത്തിലെ ഇൻസുലിൻ അളവിനെയും രക്തത്തിലെ പഞ്ചസാരയുടെ നിരക്കിനെയും പൂർണ്ണമായും തകിടം മറിക്കുമെന്നതാണ് യഥാർത്ഥ വസ്തുത. പലരും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ദീർഘനേരത്തെ പട്ടിണിക്ക് ശേഷമോ വെറും വയറ്റിൽ മധുരപലഹാരങ്ങൾ കഴിക്കാറുണ്ട്. എന്നാൽ ഒഴിഞ്ഞ വയറ്റിലേക്ക് നേരിട്ട് പഞ്ചസാര എത്തുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ പെട്ടെന്ന് കുതിച്ചുയരുകയും അതിന് പിന്നാലെ അത്ര തന്നെ വേഗത്തിൽ താഴേക്ക് പതുക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക മെറ്റബോളിസത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അപകടകരമായ മറ്റൊരു ശീലമാണ് അത്താഴത്തിന് ശേഷം മധുരപലഹാരങ്ങൾ കഴിക്കുന്നത്. രാത്രിയിൽ ശരീരം വിശ്രമത്തിലേക്ക് കടക്കുന്ന സമയത്ത് മധുരം കഴിച്ചാൽ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ മോശമായ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ഇതിന്റെ ദോഷഫലങ്ങൾ പിറ്റേന്ന് രാവിലെ വരെ ശരീരത്തിൽ നിലനിൽക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞ വയറ്റിൽ മധുരം കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുകയും ഇൻസുലിൻ പ്രതിരോധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇത് കാലക്രമേണ പ്രമേഹം, പ്രീ ഡയബറ്റിക്സ്, പൊണ്ണത്തടി, മെറ്റബോളിക് സിൻഡ്രം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ളവരോ അല്ലെങ്കിൽ പഞ്ചസാര സംബന്ധമായ മറ്റു ബുദ്ധിമുട്ടുകളുള്ളവരോ ഈ സമയങ്ങളിൽ മധുരം കഴിക്കുന്നത് വലിയ ആരോഗ്യ പ്രതിസന്ധികൾക്ക് വഴി തുറക്കും. രാത്രി സമയങ്ങളിൽ ശരീരം കുറഞ്ഞ അളവിൽ മാത്രം സജീവമായിരിക്കുന്നതിനാൽ ഈ പഞ്ചസാര ഊർജ്ജമായി മാറുന്നതിന് പകരം കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടാനാണ് സാധ്യത കൂടുതൽ. ഇത് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയെയും ദൈനംദിന ഊർജ്ജ നിലയെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കും. ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ മധുരപലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പകരം അവ കഴിക്കുന്ന സമയം കൃത്യമായി ക്രമീകരിച്ചാൽ മതിയാകും. പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ബ്രെഡ് തുടങ്ങിയ പ്രോട്ടീനും നാരുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രം മധുരം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്ഷണത്തിലെ നാരുകളും പോഷകങ്ങളും പഞ്ചസാര ശരീരത്തിലേക്ക് സാവധാനത്തിൽ മാത്രം ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാതെ ഒരേപോലെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷമോ ഉള്ള സമയങ്ങളാണ് മധുരം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് കണക്കാക്കപ്പെടുന്നത്. കാരണം ഈ സമയങ്ങളിൽ നമ്മുടെ ശരീരം കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ ശരീരത്തിന് ഏത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ കൃത്യമായി നിലനിർത്താൻ സഹായിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെയും ദീർഘകാല ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഈ ശാസ്ത്രീയ സത്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുകയും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക.